മഞ്ചേശ്വരത്തെ വികസനം ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷ വിഭാഗവും കെ സുരേന്ദ്രന് വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് NDA. വികസന മുരടിപ്പാണ് മണ്ഡലത്തിലെന്ന് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് സലീൽ മാസ്റ്റർ പറഞ്ഞു. ആരോഗ്യ മേഖല പാടെ തകർന്നു. ചികിത്സയ്ക്കായി മംഗലാപുരത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. വിദ്യാഭ്യാസ മേഖലയിലും സമാന സ്ഥിതിയാണ് എന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. മഞ്ചേശ്വരത്ത് നിന്ന് ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ്റെ പ്രചാരണം സജീവമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വോട്ടർമാരെയും പരമാവധി നേരിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രചാരണം തന്നെയാണ് ഇവിടെ മഞ്ചേശ്വരത്ത് അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ വളരെ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സുരേന്ദ്രന് വേണ്ടി പ്രചാരണ രംഗത്തുണ്ട്. നമ്മളോട് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മൈനോറിറ്റി മോർച്ച മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് കൂടിയായ സലീൽ മാസ്റ്ററാണ്. നമുക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന MLA എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ MLA ആയിരുന്നു. എത്രത്തോളം വികസനമാണ് ഈ ഒരു മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്? വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് വികസനം എന്ന് പറഞ്ഞാൽ വെറും റോഡും സ്ട്രീറ്റ് ലൈറ്റും ഈ കല്യാണത്തിന് വരുന്നതും ഈ മറ്റേ ഫംഗ്ഷന് വരുന്നതും അല്ല വികസനം. അത് സാധാരണ എല്ലാവരും ഒരു ഏത് MLA ആവട്ടെ, ഒരു പഞ്ചായത്തിൻ്റെ മെമ്പറാവട്ടെ, ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവട്ടെ, അവർക്ക് അതിൻ്റെ രീതിയിൽ അത് എല്ലായിടത്തും ചെയ്യുന്ന വികസനമാണ്. നമ്മളിവിടെ മഞ്ചേശ്വരത്തിൻ്റെ മണ്ണിൻ്റെ ആൾക്കാർ, വോട്ടർമാരും ഇവിടുത്തെ ജനങ്ങളും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നമുക്ക് പദ്ധതികൾ വരണം, പ്രൊജക്റ്റ് വരണം എന്നാണ്. ഈ സാധാരണ എല്ലാവരും പറഞ്ഞ വികസനം എന്ന് പറഞ്ഞാൽ ഇവിടെ റോഡ് വന്നാൽ അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റിൽ വന്നാൽ വലിയൊരു വികസനമായിട്ടാണ് കണ്ടുവരുന്നത്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വരുന്നില്ല, അവരുടെ ജീവിതത്തെ ബാധിക്കുന്നത്. നമുക്ക് വേണ്ടി വലിയ വലിയ പദ്ധതികളാണ്. ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിന് ഈ കേരളത്തിൻ്റെ ആർക്കും അറിയില്ല. മഞ്ചേശ്വരം മണ്ഡലം എന്ന് പറഞ്ഞാൽ ഈ അങ്ങേറ്റമുള്ള ഒന്നാമത്തെ മണ്ഡലമായാലും അത് നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് ആർക്കും ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നതാണ്. കണ്ണൂർ വരെയാണ് ഒരു ട്രെയിന് പോലും വരുന്നത്. കാസർഗോഡ് ഒരു പദ്ധതികളും ഒരു ബജറ്റിൽ പോലും വെക്കാറില്ല. ഇവിടെ തീരെ വികസനം ഇല്ലാതെ ഒരു മണ്ഡലമായിട്ടാണ് ഇത് മാറിയത്. MLA ഇടപെടുന്നില്ല. MLA അവർക്ക് റോഡ് തരും, അല്ലെങ്കിൽ കിഫ്ബിൻ്റെ സ്കൂൾ തരും, പാലം തരും, അല്ലെങ്കിൽ മറ്റേ സ്ട്രീറ്റ് ലൈറ്റ് തരും. അതല്ല ഈ വികസനത്തിന് പറഞ്ഞാൽ പല പദ്ധതികളും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതി. ഇപ്പോൾ ഈടെ എൻ്റെ നമ്മൾ കോവിഡ് കാലത്ത് നമുക്ക് ഒരു ഹെൽത്തിൻ്റെ വിഷുവിൻ്റെ സമയത്ത് നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഈടെ ഇല്ല. നമ്മളെല്ലാവരും മംഗലാപുരത്തേക്കാണ് ആശ്രയിക്കുന്നത്. ഇടന്നൊരു താലൂക്ക് ഹോസ്പിറ്റലിൽ ശരിയായിട്ട് ഒരു പദ്ധതികളും ശരിയായിട്ടുള്ള ഡോക്ടേഴ്സുമാരും ഇല്ല. നമ്മളെല്ലാവരും മംഗലാപുരത്ത് തന്നെ ആശ്രയിക്കുന്നതാണ്. കുടിവെള്ളത്തിനൊക്കെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കുറേ പ്രദേശങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പദ്ധതികളൊന്നുമില്ല. കുടിവെള്ളം ക്ഷാമം 2-3 പഞ്ചായത്തുകളിൽ ഭയങ്കരപ്പെട്ടതാണ്. കുടിവെള്ള ക്ഷാമം അത് ഇതുവരെ പരിഹാരം കാണാൻ പറ്റുന്നത്. ഇപ്പോഴും ഈ പ്രോട്ടോക്കോൾ പല പഞ്ചായത്തുകളിൽ മെമ്പർമാർ കുടിവെള്ളം കൊണ്ടുവന്നുണ്ട്. പക്ഷേ അതിനെന്ന് പറയുന്നറിയോ, അത് പ്രോട്ടോക്കോൾ ലംഘനവും ഇലക്ഷൻ്റെ സമയത്ത് കൊടുക്കാൻ പാടില്ല. പക്ഷേ പ്രോട്ടോക്കോൾ അല്ല, വെള്ളമല്ലേ, പ്രാഥമിക ആവശ്യമാണ് വെള്ളം. അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ അത് പ്രോട്ടോക്കോളിൽ വരുന്നില്ല. അപ്പോൾ അത്രയും ഇപ്പോഴും ആ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം പല പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് പൈവളിക പഞ്ചായത്തിൽ തീരെ കുടിവെള്ളത്തിൻ്റെ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. അടിസ്ഥാന മേഖലയിൽ ഒരു സൗകര്യവും ഒരു സംവിധാനം ഒന്നും തന്നെ മുൻകാല MLA ഒരുക്കിയിട്ടില്ല. അവർ ഇത്തരത്തിലുള്ള ഈ വികസനമാണ്. റോഡ് കൊണ്ടുവരും, അല്ലെങ്കിൽ ചെറിയ റോഡ് കൊണ്ടുവരും, അല്ലെങ്കിൽ കിഫ്ബിൻ്റെ സ്കൂൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നത് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും പാലം കൊണ്ടുവരും. അതും മെയിൻ സ്ഥലത്തല്ല. ഇതുപോലത്തെ ഒരു സംഭവമാണ്. മുൻപ് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നില്ല. ഞാൻ ബൈ ബർത്താണ് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. ഞാൻ 40 കൊല്ലം മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച ആളാണ്. ലീഗിൽ ഞാൻ പയ്യോളിക്ക് പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. ഞാൻ സോഷ്യൽ വർക്കറാണ്. ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻറ്റും കൂടിയാണ്. അപ്പം ഞാൻ എന്തുകൊണ്ടുവന്നിട്ട് അത് വിട്ടു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിൻ്റെ ഒരു വികസനം നോക്കിക്കൊണ്ടാണ്. നരേന്ദ്രമോദിജി ഈ നമ്മുടെ നാട്ടിൽ വികസനം എത്രമാത്രം ചെയ്യുന്നുണ്ടെന്നും നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ ഈ മഞ്ചേശ്വരം നാട്, ഈ സ്ഥലം വികസനം ഉണ്ടാവണമെങ്കിൽ നരേന്ദ്രമോദിജിൻ്റെ ഭാഗത്തുള്ള ഒരു MLA വരണം. അത് സുരേന്ദ്ര സാറിന് അത് പറ്റും. തീർച്ചയായും അതുതന്നെയാണ് ഇവിടെയുള്ള മഞ്ചേശ്വരത്തുള്ള എല്ലാ ജനങ്ങളും പറയുന്നത്. നരേന്ദ്രമോദിയുടെ വികസനം അത് ഈ മണ്ഡലത്തിലും വരണം എന്ന് തന്നെയാണ്. അങ്ങനെ അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇതര പാർട്ടിയിൽ നിന്നടക്കം BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. മഞ്ചേശ്വരത്ത് നിന്നും ക്യാമറമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കന്മനം, ജനം.